നമസ്കാരം. പിണറായി വിജയൻ അധികാരത്തിൽ നിന്നും നിഷ്കാസിതനായിട്ട് 2 ആഴ്ച പൂർത്തിയായിരിക്കുന്നു. ജൂൺ 4-നായിരുന്നു ആ സുപ്രധാനമായ ജനവിധി. ജൂൺ 5-നോ 6-നോ വേണമെങ്കിൽ പുതിയ സർക്കാരിനെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാമായിരുന്നു. അത്രയധികം ഭൂരിപക്ഷം UDF-ന് ജനം നൽകി. പക്ഷേ സത്യപ്രതിജ്ഞ ചെയ്തതൊക്കെ ഒരുപാട് വൈകി. ഇന്നലെയാണ് മന്ത്രിമാർക്ക് വകുപ്പ് പോലും കൊടുത്തത്. 2 ആഴ്ചയിലധികം നീണ്ട ഈ അനിശ്ചിതത്വം സംസ്ഥാനത്തിനുണ്ടാക്കിയിരിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. മന്ത്രിമാരിലൂടെ ജനാധിപത്യ സർക്കാർ ഉണ്ടാകാൻ വൈകിയെങ്കിലും സർക്കാർ എന്ന ഒരിക്കലും അവസാനിക്കാത്ത സംവിധാനം തുടരുകയായിരുന്നു. ഈ കാലയളവിൽ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നിയോഗിച്ച ഉദ്യോഗസ്ഥർ അവർക്ക് വേണ്ടിയുള്ള ഓവർ ടൈം തുടരുകയായിരുന്നു. പോലീസിൽ ഇതുവരെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. DGP മുതൽ അങ്ങ് താഴെ SI വരെയുള്ള ഒരാളെയും ഇതുവരെ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. അവിടെയും ഇവിടെയുമൊക്കെ കോൺഗ്രസ് യൂണിയനുകൾ ഇടപെട്ട് ചില ട്രാൻസ്ഫറുകൾ നടത്തിയിട്ടുണ്ട് എന്നല്ലാതെ അടിസ്ഥാനപരമായി ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും ഭരിക്കുന്നത് പിണറായിയുടെ പോലീസ് തന്നെയാണ്. SP-മാരാണെങ്കിലും കമ്മീഷണർമാരാണെങ്കിലും IG-മാരാണെങ്കിലും SHO-മാരാണെങ്കിലും പിണറായി നിയോഗിച്ചവർ തന്നെ. രക്ഷാപ്രവർത്തനം നടത്തിയ നീചന്മാരായ പോലീസുകാരെക്കുറിച്ച് അന്വേഷിക്കാൻ നടപടിയുണ്ടായിട്ടുണ്ട് എന്നതൊഴിച്ചാൽ അവർ ഇപ്പോഴും സുരക്ഷിത താവളത്തിൽ തന്നെയാണ്. അന്വേഷണം വരുന്നതിന് മുൻപ് പിണറായിയുടെ ഗൺമേന്മാരായി മാറി തടി രക്ഷിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. പിണറായി പോലീസ് അഴിഞ്ഞാടുകയാണ്. പിണറായിയുടെ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും നോക്കുകുത്തിയാക്കി ഭരണം നടത്തുന്നു. ഇന്നലെ സംഭവിച്ച 2 കാര്യങ്ങൾ നോക്കുക. എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം പഞ്ചായത്തിലെ മലയിടും തുരുത്ത് പര്യത്തുകാവ് ഉന്നതിയിൽ ഇന്നലെ പോലീസ് അഴിഞ്ഞാടുകയായിരുന്നു. അവിടെയുള്ള 7 കുടുംബങ്ങളെ ഇറക്കിവിടാൻ കോടതി ഉത്തരവിടുന്നു. അനേകം വർഷങ്ങളായി നീളുന്ന ഒരു കേസിൽ ആ കുടുംബങ്ങൾ തോറ്റുപോകുന്നു. പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതി മുതൽ സുപ്രീം കോടതി വരെ ഒന്നിലധികം തവണ നടത്തിയ പോരാട്ടത്തിൽ വിജയം കൈവരിച്ചവർ 2023 മുതൽ കോടതി വിധി നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. സുപ്രീം കോടതി വിധി നടപ്പിലാക്കാതിരിക്കാൻ വേറെ വഴിയൊന്നുമില്ല. മരടിലെ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ പൊളിച്ചപ്പോൾ നമ്മളത് കണ്ടതാണ്. സുപ്രീം കോടതി വിധിക്കെതിരെ എത്ര ചെറുപ്പുനിർത്ത് നടത്തിയാലും അത് വിജയിക്കില്ല. അങ്ങനെ വരുമ്പോൾ മികവുറ്റ ഭരണകൂടം ചെയ്യേണ്ടത് സുപ്രീം കോടതിയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇരയാകുന്നവരുടെ ആശങ്ക മാറുകയാണ്. 60 വർഷത്തിലധികമായി ഈ ഉന്നതിയിൽ താമസിക്കുന്ന 7 കുടുംബങ്ങളോടാണ് നിയമപരമായി നിങ്ങൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഇറങ്ങിപ്പോവാൻ പറഞ്ഞത്. സുപ്രീം കോടതി പറഞ്ഞാൽ ചെയ്യുക തന്നെ വേണം. എന്നാൽ അവരെങ്ങോട്ട് പോകും? സ്വാഭാവികമായ ഒരു പ്രശ്നമാണ്. അവരെ പുനരധിവസിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ആ ന്യായം സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തുക. കേവലം ഒരു സ്വകാര്യ അന്യായത്തിൻ്റെ പുറത്ത് മാത്രം ആളുകൾ ഇറക്കിവിടാൻ കൂട്ടുനിൽക്കാതെ സർക്കാരിൻ്റെ ഭാഗത്ത് നടത്തിയ ഇടപെടലുകൾ ചെയ്യുക എന്നതൊക്കെ സർക്കാരിൻ്റെ ഉത്തരവാദിത്വമായിരുന്നു. ഏതു സർക്കാരാണ് ആ ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തിയത്? പിണറായി ഭരിച്ച ഇടതു സർക്കാർ. കഴിഞ്ഞ 10 വർഷം അവർ അതിൽ നിന്നും ഒളിച്ചോടി. 2023 മുതൽ കഴിഞ്ഞ 3 വർഷം ഈ കോടതി വിധി നടപ്പിലാക്കാനുള്ള ശ്രമം നടക്കുന്നു. അന്നൊക്കെ ഒളിച്ചോടിയ അവർ ഇപ്പോൾ ഭരണം മാറിയപ്പോൾ രക്ഷക വേഷം കെട്ടി രംഗത്തിറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം ഈ പ്രദേശത്തെ MLA ആയിരുന്ന തോറ്റുപോയ PV ശ്രീനിജൻ ഇന്നലെ കള്ളക്കണ്ണീരുമായി ഒഴുകിയെത്തി. പാർട്ടിക്കാരുടെ പിന്തുണയുമുണ്ട്. ഈ പാവപ്പെട്ട ദളിത് കോളനിയോട് സർക്കാർ അധികാരമേറ്റ് 2 ദിവസം തികയുന്നതിന് മുൻപ് കാട്ടിയ അനീതിക്കെതിരെ പൊട്ടിത്തെറിച്ചു ശ്രീനിജൻ. വാസ്തവത്തിൽ എന്തൊരു തോന്നിയാസമാണിത്. 10 വർഷം ഭരിച്ച സർക്കാർ ഒന്നും ചെയ്തില്ല. 5 വർഷം നയിച്ച MLA ഒന്നും ചെയ്തില്ല. എന്നിട്ട് തോറ്റുപോയപ്പോൾ അവർ കുത്തിത്തിരിപ്പിനായി രംഗത്തെത്തിയിരിക്കുന്നു. അത് നാട്ടുകാർക്കും പിടികിട്ടി. ശ്രീനിജൻ ആവേശഭരിതനായി നാട്ടുകാരെ പിന്തുണച്ചപ്പോൾ അവർ ആ ചോദ്യം തിരിച്ചു ചോദിച്ചു. അധികാരം കിട്ടി 2ാമത്തെ ദിവസം ഇത്തരത്തിൽ ക്രൂരമായിട്ട് തല്ലിച്ചതച്ചത് ശരിക്കും അന്വേഷിക്കേണ്ട വിഷയമാണ്. സാറേ, ഈ അധികാരം കിട്ടുന്നതിന് 10 വർഷം നിങ്ങൾ ഭരിച്ചവരാണ്. പാവപ്പെട്ടവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കാനുള്ള അതവിടെ നിൽക്കട്ടെ. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, കഴിഞ്ഞ സർക്കാരിൻ്റെ പൂർണ്ണമായ വീഴ്ചകൾ പോലും ഇനി ഈ സർക്കാരിൻ്റെ വീഴ്ചയാക്കി സമരം നടത്തുന്ന ദിനങ്ങൾ ആഗതമായിരിക്കുന്നു. 2, കഴിഞ്ഞ സർക്കാരിൻ്റെ പോലീസ് ബോധപൂർവം പ്രശ്നങ്ങളുണ്ടാക്കി ഈ സർക്കാരിൻ്റെ ഇമേജ് തകർക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ 14 തവണയും ഒരു പ്രശ്നവും ഉണ്ടാക്കാതിരുന്ന ഈ പോലീസ് എന്തുകൊണ്ടാണ് ഇന്നലെ കോടതി വിധി നടപ്പിലാക്കാൻ എന്ന് പറഞ്ഞ് സംഘർഷത്തിന് തുടക്കമിട്ടത്? എന്തിനായിരുന്നു സമരപ്പന്തലിന് നേരെ ജലപീരങ്കി പ്രയോഗിച്ചത്?
എന്തിനായിരുന്നു അവിടെ അത്രയും വലിയ സംഘർഷമുണ്ടാക്കിയത്? ആഭ്യന്തരമന്ത്രിയോടോ ഉത്തരവാദിത്തപ്പെട്ട ആരോടെങ്കിലുമോ അനുമതി ചോദിച്ചോ? ഇതൊരു ഗൂഢാലോചനയാണ്. ഇടതുമുന്നണി ഭരിക്കുന്ന 3 വർഷവും അനങ്ങാതിരുന്ന പോലീസ് പെട്ടെന്ന് ഇപ്പോൾ നീതി നടപ്പിലാക്കാൻ ഇറങ്ങിയെങ്കിൽ അതിന്റെ ലക്ഷ്യം ജനത്തെ ഇളക്കി വിടുക തന്നെയാണ്. ഇവിടെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും നോക്കുകുത്തികളാവുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആഭ്യന്തരമന്ത്രി അടിയന്തരമായി ഇടപെട്ട് പോലീസിനെ ഒഴിപ്പിച്ചു എന്നത് വാസ്തവമാണെങ്കിലും ഇത്തരമൊരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന് അന്വേഷിക്കണം. ഇത്തരമൊരു നടപടിക്ക് ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് അത് സുപ്രീം കോടതി പറഞ്ഞിട്ടാണെങ്കിലും ആഭ്യന്തരമന്ത്രി അറിയിക്കേണ്ട ബാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പുതിയ സർക്കാർ അധികാരമേറ്റ് 1 ദിവസം മാത്രം പിന്നിട്ട സാഹചര്യത്തിൽ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഒരു സംഘർഷം സൃഷ്ടിക്കാൻ രാഷ്ട്രീയക്കാരും പിണറായി നിയോഗിച്ച പോലീസും സംയുക്തമായി പരിശ്രമിക്കുന്നുവെന്നാണ്. ഈ അപകടം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പണി കിട്ടുമെന്ന് തീർച്ച. സമാനമായ മറ്റൊരു സംഭവമാണ് നമ്മൾ കണ്ണൂരിൽ കണ്ടത്. ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും വികാരമാണ് പെരിയയിൽ കൊല്ലപ്പെട്ട ശരത് ലാലും കൃപേഷും. യൗവനം പിന്നിടുന്നതിന് മുൻപ് CPM നരാധമന്മാർ അവരെ കുത്തിവീഴ്ത്തി, അതിക്രൂരമായി അവരെ കൊലപ്പെടുത്തി. 2 കുടുംബങ്ങളെ മാത്രമല്ല, അവരിൽ ഭാവി കണ്ട അനേകം കുടുംബങ്ങളെ നിരാശയിലാക്കി ആ ദുഷ്ടന്മാർ കൊന്നുതള്ളി. എന്നിട്ടോ കൊലയാളികളായ CPM നേതാക്കൾക്ക് വേണ്ടി നമ്മുടെ ഖജനാവിലെ പണം എടുത്തുകൊണ്ട് സുപ്രീം കോടതി വരെ പോയി ഈ സർക്കാർ പോരാടി. ഇതിനേക്കാൾ നീചമായ ജനവിരുദ്ധ നടപടി പിണറായി സർക്കാരിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പിണറായിയെയും അദ്ദേഹത്തിന്റെ സർക്കാരിനെയും ഇത്രയേറെ വെറുക്കാനുള്ള പ്രധാന കാരണം 2 കുഞ്ഞുങ്ങളുടെ ജീവനെടുത്ത കൊലയാളികൾക്ക് വേണ്ടി എൻ്റെ കൂടി നികുതി പണം എടുത്തുകൊണ്ട് സുപ്രീം കോടതി വരെ പോരാടി എന്ന ഒറ്റ കാരണത്താലാണ്. ആ കൊലയാളികൾ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു. CPMന്റെ ഭരണകാലത്ത് തന്നെ കൊലയാളികളിൽ മിക്കവരും പരോളിൽ പുറത്തിറങ്ങിയിരുന്നു. 5 പേർക്ക് കൂടി പരോൾ കിട്ടാനുണ്ടായിരുന്നു. അവരിതാ പിണറായി അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കഴിഞ്ഞ് 2 ആഴ്ച പിന്നിട്ടപ്പോൾ കയ്യും വീശി പുറത്തിറങ്ങിയിരിക്കുന്നു. കോടതി ഉത്തരവോടെ വീട്ടിൽ പ്രവേശിക്കാൻ അനുമതിയുമുണ്ട്. നോക്കൂ, ജയിൽ അധികാരികൾ ഉത്തരവാദിത്വമുള്ളവരായിരുന്നെങ്കിൽ അവർ ഇതിന് കൂട്ടുനിൽക്കുമായിരുന്നില്ല. അവർ ഇക്കാര്യം സർക്കാരിനെ അറിയിച്ച് ഇവർ പുറത്തിറങ്ങുന്നത് തടയാൻ നടപടിയെടുക്കുമായിരുന്നു. ജയിൽ അധികാരികൾ ചെയ്തത് എന്താണ്? അവർ പുതിയ സർക്കാർ ചുമതലയേൽക്കും മുമ്പ് ഇവരെ പരോളിൽ പുറത്തിറക്കാൻ സഹായിച്ചു. പരോൾ അനുവദിക്കേണ്ടത് സർക്കാരാണ്. പുതിയ സർക്കാർ വന്നിട്ട് അനുമതി കൊടുത്താൽ പരോൾ കൊടുത്തത് പുതിയ സർക്കാർ എന്ന് നിയമം വ്യാഖ്യാനിക്കേണ്ടി വരും. നോക്കുക, കൃപേഷിനെയും ശരത് ലാലിനെയും കൊന്നുതള്ളിയ കാബാലികർക്ക് CPM നേതാവ് പീതാംബരൻ അടക്കമുള്ളവർക്ക് UDF സർക്കാർ പരോൾ കൊടുത്തിരിക്കുന്നു എന്നാവും നിയമപരമായി പ്രാവർത്തികമാകുമ്പോൾ സംഭവിക്കുക. ഇതിനേക്കാൾ വലിയ അപമാനം ഈ സർക്കാർ നേരിടാനുണ്ടോ? ഇത്തരം അപമാനങ്ങൾ ഏറെ സർക്കാരിനെ കാത്തിരിപ്പുണ്ട്. പിണറായിയുടെ അഴിമതിക്കും തോന്നിയാസങ്ങൾക്കും കൂട്ടുനിന്ന ഒരു ചീഫ് സെക്രട്ടറി തന്നെയാണ് ഇപ്പോൾ ക്യാബിനറ്റിൽ വന്നിരിക്കുന്നത് പോലും. അനേകം അഴിമതി ആരോപണങ്ങൾ ഈ ചീഫ് സെക്രട്ടറിക്കെതിരെയുണ്ട്. അയാളെ ഉടനടി ലീവ് എടുപ്പിക്കാൻ പോലും സർക്കാരിന് കഴിയില്ലെങ്കിൽ അയാളെ കൊണ്ട് ഭരണം നടത്തിച്ചാൽ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എത്ര നാൾ ഇങ്ങനെ നോക്കുകുത്തികളായി തുടരും?